വ്യത്യസ്തമായ കഴിവുകൾ കൊണ്ട് നമ്മെ വിസ്മയിപ്പിച്ച വനിതകളുടെ ചുവട് പതിഞ്ഞ വേദി ഇത് റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. റെഡ് കാർപ്പറ്റിന്റെ വേദിയിൽ ഇന്ന് അതിഥികളായിട്ട് വരാൻ പോകുന്നത് ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും നിൽക്കുന്ന രണ്ട് പ്രതിഭകളാണ്. മലയാള സിനിമയിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരു അഭിനേത്രിയും ഒരുപാട് നല്ല വർക്കുകൾ സിനിമോട്ടോഗ്രാഫിയിലൂടെ നമുക്ക് സമ്മാനിച്ച ഒരു പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ വളരെയധികം സ്നേഹത്തോടെ ഇവർ രണ്ടുപേരും സ്വാഗതം ചെയ്യാം. സോ ലെറ്റ്സ് വെൽക്കം സരയു ആൻഡ് സനൽ. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഞങ്ങൾ രണ്ടുപേരും ആരാണ് നന്നായി ഡാൻസ് കളിച്ചെന്ന് ഇപ്പൊ പറയണം. നിങ്ങൾ രണ്ടുപേരും നല്ല ഡാൻസേഴ്സ്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ആരാണെന്ന് ഒരു പേര് നിങ്ങൾ പറഞ്ഞിട്ട് ഇവിടുന്ന് പോയത്. ഇനി എന്തൊക്കെ കാണാനും കേൾക്കാനും ഉണ്ടെന്ന് അറിയോ? അപ്പൊ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇരുന്ന് വിശദമായിട്ട് സംസാരിക്കണം. റെഡി? ഓക്കെ. അപ്പോ സനൽ ആൻഡ് സരയു, ഈ സരയുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ സരയു അഭിനേത്രിയാണ്, ഡാൻസറാണ്, ആങ്കറാണ്, എഴുതും. പാട്ട് പാടുവോ? ഇല്ല, പാട്ട് പാടില്ല. പിന്നെന്താ, ഈ ക്യാമറ അങ്ങനത്തെ ഫോട്ടോഗ്രാഫി അങ്ങനത്തെ താല്പര്യങ്ങളൊക്കെ ഉള്ള ആളാണോ? ക്യാമറ അല്ല, ബിഹൈൻഡ് ക്യാമറ വർക്ക് ചെയ്യാനൊക്കെ താല്പര്യമാണ്. അങ്ങനെ എല്ലാ മേഖലയിലും കൈവച്ചിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു കലാകാരിയാണല്ലോ. അപ്പൊ എന്താണ്, അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ഫേവറേറ്റ് ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു ഫേവറേറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന എന്താണ്? അഭിനയാണോ, ആങ്കറിംഗ് ആണോ, അതെയോ ക്യാമറയ്ക്ക് പിന്നിൽ വർക്ക് ചെയ്യാനാണോ? ഇതൊന്നും ആഗ്രഹിക്കാതെ ഈ മേഖലയിലേക്ക് വന്നതാണ് ഞാൻ. അപ്പോൾ അറിയാതെ സിനിമയിലേക്ക് എത്തി. സിനിമയിൽ ആരെയും നമ്മൾ നിർബന്ധിച്ച് നിൽക്കുന്നില്ലല്ലോ. ഈ മേഖലയിലുള്ള എല്ലാവരും ഓരോരുടെ ഇഷ്ടത്തിനും പാഷനും അനുസരിച്ച് മാത്രം വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെ അഭിനയം ഇഷ്ടമായി തുടങ്ങി. അതിനുശേഷം ഇങ്ങനെ ഡാൻസ് പ്രോഗ്രാംസ് വന്നു. അപ്പോൾ ലൈവ് സ്റ്റേജിൽ നിന്ന് കിട്ടുന്ന ഒരു വൈബ്, അതൊരു വേറെ സന്തോഷമാണ്. പിന്നെ ആങ്കറിങ് ഇഷ്ടമാണ്. അതും ഈ പറഞ്ഞ ഒരുപാട് പേര് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു പ്രത്യേക നമ്മുടെ കയ്യിൽ നിന്നുള്ള രസമാണ്. ഇതിലെല്ലാം കൂടുതൽ ഇഷ്ടം പറയുകയാണെങ്കിൽ എഴുത്താണ്. എന്റെ വീട്ടുകാരൊക്കെ വിചാരിച്ചത് ഞാനൊരു ജേർണലിസ്റ്റ് അങ്ങനെയൊക്കെ ഒരു മേഖലയിൽ പോകും, അല്ലെങ്കിൽ എഴുത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ജോലിയിലേക്ക് പോകും എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നേരെ തിരിഞ്ഞാണ്. എന്നാലും എഴുത്ത് കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ഞായറാഴ്ചകളെ സ്നേഹിച്ച പെൺകുട്ടി. അതെന്താ ബാക്കിയുള്ള ദിവസങ്ങളൊന്നും കൊള്ളില്ല എന്നാണോ പറയുന്നത്? അങ്ങനെയല്ല, 9 വർഷം മുമ്പ് എഴുതിയൊരു കഥയാണ്. ഇപ്പൊ ആലോചിക്കുമ്പോൾ അത്രത്തോളം റെലവെന്റ് ആണോ എന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട്. അപ്പൊ ആ ഒരു അന്നത്തെ ഒരു ചിന്തയിൽ നിന്ന് വന്ന ഒരു കഥയാണ് ഒരു സാധാരണ പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഞായറാഴ്ചകൾ, ഓരോ വളർച്ചയുടെയും ഘട്ടത്തില്. അങ്ങനെ അന്ന് എഴുതിയൊരു പേരാണ് ഞായറാഴ്ചയായിരുന്നു ആ പെൺകുട്ടിക്ക് ഫേവറേറ്റ് എന്ന് തോന്നി. ഇന്നിപ്പോ സരയുന്റെ ഫേവറേറ്റ് ഏതാണ്? ഞായറാഴ്ചയാണോ, വെള്ളിയാഴ്ചയാണോ, ശനിയാഴ്ചയാണോ, തിങ്കളാഴ്ച? ഈ ഒരു ഫീൽഡിൽ വന്നതിന് ശേഷം ഞായറും തിങ്കളൊന്നും ഇല്ലാത്ത അവസ്ഥയായി. അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ എൻജോയ് ചെയ്യും. എന്താണോ ഇദ്ദേഹത്തിന്റെ എങ്ങനെയാണ്, അതായത് ഒരു ദിവസത്തെ റുട്ടീൻ എങ്ങനെയാണ്? സരയു വരുന്നതിന് മുമ്പുള്ള ഒരു ദിവസം എങ്ങനെയായിരുന്നു? സരയു വന്നതിന് ശേഷമുള്ള ഒരു ദിവസം എങ്ങനെയായിരുന്നു? സരയു വരുന്നതിനുള്ള മുമ്പ് ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റ് നൈറ്റ് ആയിരിക്കും കിടക്കുന്നത്. രാവിലെ എപ്പോഴേ എപ്പോഴും എണീക്കും. അങ്ങനെയാണ്. അതിനൊരു ടൈം ഒന്നുമില്ല. രാവിലത്തെ ഭക്ഷണം ചിലപ്പോൾ 11 മണിക്കായിരിക്കും കഴിക്കുക. അങ്ങനെ ഒരു ഞാൻ വന്നതിന് ശേഷം ഭക്ഷണം മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ ഡെയിലി റുട്ടീനാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ എണീറ്റു. പിന്നെ എന്തെങ്കിലും പിന്നെ നമ്മുടെ എന്തെങ്കിലും ഡിസ്കഷനോ മീറ്റിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് പോകും. സരയു വന്നതിന് ശേഷം കൃത്യമായിട്ടൊരു സമയത്ത് രാവിലെ എണീക്കും. എനിക്ക് കുറച്ച് രാവിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം രാവിലെ കിടന്നുറങ്ങാൻ ഇഷ്ടമാണ്. ആ ഒരു സൂര്യന്റെ വെളിച്ചമൊക്കെ തട്ടി ഇങ്ങനെ പുതപ്പിൽ ചുരുണ്ടുകൂടി ചിലപ്പോ സമ്മതിക്കില്ല. സമ്മതിക്കില്ല അല്ലെ? വന്ന് ശല്യം ചെയ്തോണ്ടിരിക്കും. ഇല്ല, ഒരു സമയം കഴിഞ്ഞാൽ ആക്റ്റീവായി നമ്മുടെ കാര്യങ്ങളിലേക്ക്. കുക്കിംഗ് ഒക്കെ ഇപ്പൊ ഭാര്യ, അതായത് നല്ല ഭക്ഷണമൊക്കെ ഫേവറേറ്റ് ഫുഡൊക്കെ പറഞ്ഞു അതൊക്കെ ഉണ്ടാക്കി തരും. സരി ഉണ്ടാക്കി തന്നതിൽ ഏറ്റവും അടിപൊളിയെന്ന് തോന്നിയ ഏതെങ്കിലും ഭക്ഷണം ഉണ്ടോ? അല്ല, എനിക്കിഷ്ടമുള്ള ഭക്ഷണമാണ് അധികം അവിടെ. എല്ലാം ഇഷ്ടമാണ്. ഒരു ഭക്ഷണപ്രിയനാണ്. അതെ. നിങ്ങൾ ഒരുമിച്ച്, അതായത് നിങ്ങളുടെ ഈ ലൈഫ് തുടങ്ങിയതിന് ശേഷം നിങ്ങളുടെ വർക്കിൽ എത്രത്തോളം അത് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടീവായിട്ട് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ടോ? ഭയങ്കര സപ്പോർട്ടീവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു സിനിമ വർക്ക് ചെയ്യുമ്പോഴും അതിന്റെ കാര്യങ്ങൾ വന്ന് പറയുമ്പോഴും, പിന്നെ ഞാൻ ഇപ്പോൾ സ്വന്തമായിട്ട് സിനിമ ചെയ്യാൻ പോകുമ്പോൾ അതിന്റെ സബ്ജക്റ്റും അതിന്റെ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമ്പോൾ ഭയങ്കര ഞാൻ ചിന്തിക്കാനായിട്ടും വളരെ വേറെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്ന കോൺട്രിബ്യൂഷൻസും അവിടെ നിന്നുള്ള സജഷൻസും കിട്ടുമ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പല കാര്യങ്ങളും എഴുത്തും പിന്നെ കുറച്ചും കൂടി എന്നെക്കാട്ടിലും കുറച്ചും കൂടി ഇങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. സരയു ഒരു തിരക്കഥ എഴുതിക്കൊണ്ട് വന്നത് സിനിമയാക്കുവോ താങ്കള്? ഉറപ്പായിട്ടും അതിനുള്ള പ്ലാൻ ഉണ്ട്. നായികയാക്കുവോ?
അല്ല ക്യാരക്ടർ അത് ഞാൻ ഒരിക്കലും നമുക്ക് നായിക പറയാൻ പറ്റില്ല. ശ്വാസികയായിരിക്കും. അല്ല അതിനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നു. അതിനുള്ള സാധ്യത തുടക്കത്തിലേ കണ്ടു. തുടക്കത്തിലേ ഈ ഞാൻ വഴിയെ വേറെ സാധ്യതകൾ ഞാൻ ഇട്ട് തരുന്നതായിരിക്കും. ഈ ചേട്ടൻ ആരെങ്കിലും സംവിധായകൻ ബേസിലിന്റെ ഒരു ഛായ ഉണ്ടെന്ന് എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടംപോലെ വരും. ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ആൾക്കാര് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. Yes, yes. ഞാനിപ്പോ പെട്ടെന്ന് വന്നപ്പോ എനിക്കത് തോന്നി. അന്ന് കണ്ടപ്പോ പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. പക്ഷെ ഇപ്പൊ അത് നന്നായി തോന്നുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഞാൻ പറയട്ടെ, ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നത് ഏത് ഏജിലായിരുന്നു? അപ്പൊ ചെറുപ്പം മുതലേ ഒരു സംവിധായകനാവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? ഒരു +2 ഒക്കെ ആയിരുന്ന സമയത്ത് തന്നെ എനിക്ക് സംവിധാനം, സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു. സംവിധായകനാവണം എന്നുള്ളൊരു ഇതായി. അപ്പോൾ ഞാനത് എൻ്റെ വീട്ടുകാരോടും അതേപോലെ റിലേറ്റീവ്സിനോടും പറഞ്ഞപ്പോൾ ആദ്യം നീ ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്യാൻ തോന്നുന്നു. അങ്ങനെ ഞാൻ എഞ്ചിനീയറിംഗിൽ പോയി. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് സ്ഥിരം പല്ലവി. അല്ല ആ സമയത്ത് ഒരു 2007-2008 ആ കാലഘട്ടത്തിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എഞ്ചിനീയറിംഗ് ആണ് ആ സമയത്ത്. പിന്നെ കുറച്ചും കൂടിയും ഈ പറഞ്ഞ പോലെ സിനിമയിൽ നമുക്ക് എന്താവും എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതില്ലെങ്കിൽ നമുക്കൊരു സേഫ് ആയിട്ടുള്ള ഒരു ജോബ് എന്നുള്ള രീതിയിലാണ് അങ്ങനെ വന്നു. പിന്നെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ആരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്തത്? ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്യുന്നത് ശ്രീകാന്ത് മുരളി എന്നുണ്ട്. ശ്രീകാന്ത് ഏട്ടന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ആർട്ട് ഫിലിംസിലാണ് ഞാൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ രഞ്ജിത്ത് ശങ്കർ, ജിത്തു ജോസഫ്, അങ്ങനെ പിന്നെ കുറെ ഡയറക്ടേഴ്സിന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, എന്നാലും ആ ഒരു വിഷയം മാത്രം നമ്മൾ എത്ര കേട്ടാലും നമുക്ക് പിന്നെയും പിന്നെ കേൾക്കാൻ തോന്നും. അത്ര മനോഹരമായ ഒരു വിഷയമാണത്, പ്രണയം. അതന്നെ, ഞങ്ങൾക്ക് കേൾക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്രണയത്തെ കുറിച്ച് കേൾക്കാനും അതിന്റെ വിശേഷം അറിയാൻ. അപ്പൊ നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയായിരുന്നു. എവിടെ വെച്ച്, എങ്ങനെ തുടങ്ങി, ആരാണ് ആദ്യം ഇഷ്ടം പറഞ്ഞത്? ഒബ്വിയസ്ലി ഞാൻ തന്നെയാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ എങ്ങനെയാണ്, എവിടെ വെച്ചിട്ട്, ഏത് ലൊക്കേഷനിൽ വെച്ചിട്ടാണ്? ലൊക്കേഷനിലല്ല, ഞാൻ ഫസ്റ്റ് സരയുനെ കാണുന്ന, ഞാൻ വർക്ക് ചെയ്ത പുണ്യാള നഗർ ബത്തീസ് എന്ന് പറഞ്ഞ സിനിമയുടെ 100ാം ദിവസം ആഘോഷിക്കുന്ന 100ാം ദിവസം സെലിബ്രേഷൻ ഞാനും വന്നിരുന്നല്ലോ. മാഷെ, നിങ്ങൾ ഒരു ഭാഗ്യമുണ്ട്. അല്ല അതിന് ഞാൻ നല്ല പച്ച ചുരിദാറൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. അല്ല അതിന് കാരണം രചനയിച്ച, കാരണം ആ സിനിമയിൽ രചനയിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ രചനയിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സരയു വരുന്നു. അപ്പൊ സരയുവിനെ ഓക്കെ അങ്ങനെ വരുന്ന സമയത്ത് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് രചന ചേച്ചി ഇൻട്രൊഡ്യൂസ് ചെയ്ത്. എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? സൽസ്വഭാവി, മിടുക്കൻ, അങ്ങനെയൊക്കെയാണോ? അത്ര കള്ളങ്ങളൊന്നും പറഞ്ഞില്ല. ഇത് തന്നെ സനൽ എന്നാണ് പേര്, പടത്തിൽ വർക്ക് ചെയ്തതാണ്, ജസ്റ്റ് പരിചയപ്പെട്ടു. ആശാൻ അതിലൂടെ കയറി, ഇന്റൻഷനലി കയറിയതല്ല, അതങ്ങനെയൊന്നുമല്ല. അത് കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത സിനിമ, സെയിം ടീമിന്റെ അടുത്ത സിനിമ വർഷം എന്ന് പറഞ്ഞ സിനിമ, അതിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരു റോളിലേക്ക് സരയുവിനെ കാസ്റ്റ് ചെയ്തു. ഞാൻ അതിൽ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അപ്പം ഞങ്ങൾ നേരത്തെ ഒരു പരിചയമുണ്ട്. അങ്ങനെ ഞങ്ങൾ കമ്പനിയായി. അത് കഴിഞ്ഞ് ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറെ പേരുടെ ബൈറ്റ്സ് വേണമായിരുന്നു, കുറെ ആൾക്കാരുടെ ബൈറ്റ്സ് വേണം. അല്ല, അതിലൊരു ഷോർട്ട് ഫിലിമിൽ വരുന്നൊരു കണ്ടന്റ് ആണ്. അതിൽ അജു ഒക്കെ ആയിരുന്നു ആദ്യം ചെയ്തെന്ന്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ സരയുവിൻ്റെ അടുത്ത്, എനിക്ക് അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റുകളുടെ സരയു ആയിരുന്നു, ഞാൻ വിളിച്ചു. അങ്ങനെ തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചെന്നു. പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്പർ മേടിച്ച് വിളിക്കാൻ തുടങ്ങി. അങ്ങനെയല്ല, ആക്ച്വലി വർഷം ചെയ്യുന്ന സമയത്ത്, അല്ല വർഷം ചെയ്യുന്ന സമയത്ത് ഞാൻ അമൃതയിൽ തന്നെ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പം ഇവർ തന്ന ഡേറ്റ്സ് ഫുൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. അപ്പൊ നമ്മൾ ഈ ഡേറ്റ്സ് അറിയാനായിട്ട് എപ്പോഴും വിളിക്കുക അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, അവരാണല്ലോ സോപ്പിടുക. അങ്ങനെ ഞാൻ വിളിച്ചു, അങ്ങോട്ട് ഡേറ്റ്സ് ഇന്നാണ്, ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും, ഇതൊന്നും മാറ്റി കിട്ടുമോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സംസാരിച്ചാണ് വർഷത്തിന് ചോദിക്കുന്നതുകൊണ്ട് നോന്ന് പറയാനും പറ്റില്ല. ചിലപ്പോ രഞ്ജിത്ത് ചേട്ടനെ തന്നെ ചാർട്ട് ചെയ്യുന്ന അസോസിയേറ്റ് ഡയറക്ടർ, ഞാൻ അതിൽ അസിസ്റ്റന്റ് ഡയറക്ടറാ. അല്ല, അപ്പൊ നമുക്ക് ഇവിടുത്തെ സ്റ്റാറ്റസ് എനിക്ക് സരയുവിന്റെ അടുത്ത് പറയാന്നുള്ളത് പറ്റുള്ളൂ. ഞങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുക്കും. പിന്നെ കമ്പനിയായി. അപ്പൊ എന്നിട്ട് പിന്നെ ഇഷ്ടം എപ്പോൾ തുറന്നു പറഞ്ഞു? പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി. അപ്പൊ എനിക്ക് സിനിമ, ഞാൻ എപ്പോഴും സിനിമ കാണും. അപ്പൊ സരയും സിനിമ കാണാൻ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ സരയുവിന്റെ ഗ്യാങ്ങിലേക്ക് ഞാൻ കയറി, ഒരു ഫ്രണ്ട് സർക്കിളിലേക്ക് ഞാൻ കയറി. ഡെയിലി കാണുന്ന ഒരു രീതിയിലായി. ഈ റൊമാൻറ്റിക് ആയിട്ടാണോ ഇഷ്ടം പറഞ്ഞത്? അത് സ്ട്രേറ്റ് ആയിട്ട് അത് എനിക്ക് കുട്ടി മെസ്സേജിലൂടെ പറഞ്ഞു. മെസ്സേജിലൂടെ അത് നല്ല സ്നേഹത്തോടെയാണോ? വേറെ എന്തോ ഒരു ചാറ്റിൽ നിന്നുപോയി ഇവരുടെ കല്യാണം കഴിഞ്ഞു. ഞാൻ മറുപടി എപ്പോ കിട്ടി? ഒരു 2-3 ദിവസം എടുത്തു. ആദ്യം ഞാൻ വിചാരിച്ചു ഇതോടുകൂടി തീർന്നു എന്ന് വിചാരിച്ചു, ഇതോടുകൂടി ഫ്രണ്ട്ഷിപ്പ് തീർന്നു എന്ന് വിചാരിച്ചു. പക്ഷെ തീർന്നില്ല. അപ്പോൾ പിന്നെ സോഫ്റ്റ് ആയിട്ട് സംസാരിച്ച് ഇങ്ങനെ നോക്കാം, ആലോചിക്കാം, പറയാം. പിന്നെ ഞാൻ എൻ്റെതായിട്ടുള്ളൊരു പ്രഷർ കൊടുക്കുമല്ലോ. അപ്പം അങ്ങനെ പ്രഷർ കൊടുത്ത് കുറച്ച് ടൈം എടുത്തു. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ആണ്. എന്നാ ഒരു ഇങ്ങനെ നിൽക്കുകയാണെന്ന് കയ്യാല. വീട്ടുകാരൊക്കെ ഓക്കെ ആയിരുന്നു രണ്ടുപേരുടെയും? വേറെ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല? എന്റെ വീട്ടുകാർക്ക് ഷോക്കിംഗ് ആയിരുന്നു ആക്ച്വലി. ഞാനൊരു പെൺകുട്ടിയെ സരയുവിനെ
സരയുവിന് എന്ത് പറ്റി എന്നുള്ളൊരു ചെറിയ ഷോക്ക് ഉണ്ടായിരുന്നു. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താ വീട്ടില് വിളിക്കുക? അമ്മൂന്ന് കുറെ പേര് വിളിക്കുന്നു. താങ്കളും അങ്ങനെ തന്നെയാണ്. വേറെ പേര് വിളിച്ചുകൂടായിരുന്നോ? എന്നാ ഞങ്ങൾക്ക് ഒരു കണ്ടന്റ് കിട്ടിയേനെ. അപ്പൊ ദേഷ്യം വരുമ്പോ എന്താ വിളിക്കുക? അങ്ങനെയൊന്നും വിളിക്കില്ല, ചീത്ത വിളിക്കുന്നുണ്ട്. ദേഷ്യപ്പെടുന്ന ഒരാളാണോ? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. ദേഷ്യം വരാറുണ്ടോ? കുറവാണ്. സരയുന് ഭയങ്കര ദേഷ്യ. പിണങ്ങിയ നിങ്ങൾ ആരാണ് കോംപ്രമൈസിന് ഒരു ഇനിഷ്യേറ്റീവ് ആദ്യം എടുക്കുന്നത്? ഞാനായിരിക്കും. തോന്നി, മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. അല്ല, അത് പിന്നെ ഞങ്ങൾ പിണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കോംപ്രമൈസ് ചെയ്താണ് സരയുന് ഇഷ്ടം. അപ്പൊ അതെനിക്കിഷ്ടമാണ്. ആ ഇഷ്ടം കാണാൻ ഇഷ്ടം. അങ്ങനെയൊക്കെ ഇവരിലെ ഒരു ഗെയിമിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാ. അടിപൊളി. ഒരു നല്ലൊരു ഗെയിമാണ്. എന്താണാവോ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിമാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ചെയ്യാൻ പറ്റും. അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ വരാനുണ്ട്. ആ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടല്ലേ? അതായത് സിമ്പിൾ ഗെയിം കളിക്കാൻ ഒരു ചെറിയൊരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗെയിം കുറെ കൂടി നമുക്ക് സിമ്പിൾ ആക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഗെയിമിന്റെ പ്രോപ്പർട്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. കണ്ടിട്ടുണ്ടോ ഈ ഗെയിം? കണ്ടിട്ടുണ്ട്. എന്താണ് ഈ ഗെയിം? പറയൂ. ഈ ബോള് ഫസ്റ്റ് ക്ലാസ്സിൽ പ്ലേസ് ചെയ്യണം. യെസ്. എന്നിട്ട് അവിടുന്ന് ഊതി 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 ലാസ്റ്റ് ക്ലാസ് വരെ എത്തിക്കണം. ആണോ? അടിപൊളി. അതന്നെയാണോ? അതന്നെ ഒരു ആങ്കർ ആയതിന്റെ ഗുണമാണ്. അതിന്റെ ഒരു അതാണ് ഇത്ര. ഇങ്ങനത്തെ ഗെയിംസ് ഒരുപാട് പേര് ചെയ്യിപ്പിച്ചിട്ടുണ്ടല്ലേ? ചെയ്യിപ്പിച്ചത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മാറ്റാൻ പോണു. കൊടുത്താൽ അമൃതയിലും കിട്ടും. കിട്ടി. അപ്പൊ സരി വന്ന് ഈ ഒരു ഗെയിം കളിച്ച് വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അവരൊക്കെ ആ ഗെയിം ചെയ്യിപ്പിച്ചവരൊക്കെ ഇപ്പൊ പ്രാർത്ഥിക്കുന്നുണ്ടോ? അപ്പൊ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നമുക്ക് ജയിക്കുമല്ലോ എന്ന് നോക്കാം. ആദ്യം സരിയും ചെയ്യും. 5 ബോൾ ഉണ്ട് എന്റെ കയ്യിൽ. 1 മിനിറ്റ് സമയമുണ്ട്. റെഡി? കൈ പുറകെ കെട്ടണം. ഓക്കെ, റെഡി? 1 2 3 മ്യൂസിക്. ഊതിക്കോളൂ. ഏകദേശം വന്നതായിരുന്നു. അതേപോലെ കോൺസെൻട്രേറ്റ് ചെയ്താൽ ചിലപ്പോ കിട്ടും. അയ്യോ, അടിപൊളി. ബോണസായി. അതന്നെ. വെരി ഗുഡ്. അതിഗംഭീരമായിട്ടാണ് സരയു ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, റെഡി? ഓറഞ്ച്. യെസ്. ഇനി ചുമപ്പ് എടുത്തോ, ചിലപ്പോ ചുമപ്പ് കിട്ടും. ഞാൻ വിചാരിച്ച പോലെ കേട്ടോ. സമയം ഏകദേശം തീരാറായി. അപ്പൊ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട്. അയ്യോ, നീല കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് ചെയ്താൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ നടക്കും. കുറച്ച് ശക്തി കൊടുക്ക. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. വെരി ഗുഡ്. ഇനി ഒരു സമയം തീരാറായി. പക്ഷെ ട്രൈ. സമയം തീർന്നു. ഈ ഒരു ബോൾ പിടിച്ചോളൂ. അപ്പൊ സരയുന്റെ ചാൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സനൽ എന്ത് ചെയ്യും എന്ന് അറിയാനുള്ള ഒരു സമയമാണ്. ആദ്യം ചുമന്ന ബോൾ വയ്ക്കാം അല്ലേ? സോ മ്യൂസിക്. പുലിയാണ് മജന്ത. വെരി ഗുഡ്. അടിപൊളി. ഞാൻ പെട്ടു. വെരി ഗുഡ്. വരൂ. എന്റെ സംവിധായകൻ ഈ ജയ് കൊള്ളാം. എനിവേസ്, എന്റെ ഭർത്താവ് ജയിച്ചാൽ എനിക്ക് സന്തോഷം. ഓ, അങ്ങനെ. ഇനിയിപ്പോ അങ്ങനെയൊക്കെ പറയാലോ. പക്ഷെ പണിഷ്മെന്റ് ഉണ്ട്. അപ്പൊ പണിഷ്മെന്റ് ഇല്ലാതെ എന്ത് ജയം ആൻഡ് തോൽവിയും. ഇദ്ദേഹത്തിന് സമ്മാനമുണ്ട്, താങ്കൾക്ക് പണിഷ്മെന്റ് ഉണ്ട്. അപ്പൊ വളരെയധികം സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞാൻ ഈ സമ്മാനം തരികയാണ്. മിഠായി ഇഷ്ടമുള്ള ആളല്ലേ? അതെ. സ്വീറ്റ്സ് ഇഷ്ടമുള്ള ഒരാൾക്ക് സ്വീറ്റ് ആയിട്ട് തന്നെ നമ്മളൊരു സമ്മാനം കൊടുത്തിരിക്കുക. വീട്ടിൽ പോയി എല്ലാം കഴിക്കണം കേട്ടോ. ഇനി സരയുണ്ട് പണിഷ്മെന്റ് ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയം, ഡാൻസ് എല്ലാം അറിയുന്ന ആളാണല്ലോ. അപ്പം ഇദ്ദേഹം സംവിധാനം ചെയ്യാൻ പോകുന്ന പുതിയ സിനിമയിൽ ഞങ്ങളൊരു നായികയെ തേടുകയാണ്. ഞാൻ ഡയറക്ടറൊക്കെ ആയില്ലേ, ഇനി എന്തിനാ തേടേണ്ട ആവശ്യം? ഇത് വേറെ ഞങ്ങളുടെ 2ാമത്തെ സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല. കാരണം അപ്പൊ ഞാൻ അല്ലു അർജുന്റെ കൂടെ ഞാൻ പ്രൊഡ്യൂസറാണ്. പക്ഷെ പ്രൊഡ്യൂസറാണ് ഞാൻ. അപ്പൊ ഈ ഡയറക്ടറെ നമ്മൾ ഒരു ഓഡിഷന് വേണ്ടി ഒരു കുട്ടിയെ വിളിക്കുകയാണ്. അപ്പൊ ആ കുട്ടിയെ നമ്മള് ഡാൻസ് എന്തെങ്കിലും ചെയ്യിപ്പിക്കും, പാട്ട് എന്തെങ്കിലും പാടിപ്പിക്കും.
പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സീൻ തന്നിട്ട് നമ്മൾ ഒന്ന് ഇങ്ങനെ അഭിനയിക്കാനൊക്കെ പറയും. അതൊക്കെയാണ്. മാനേജർ അടുത്ത ആളെ വിളിക്കൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പേരെന്താ? സരയു. സരയു. ആദ്യമായിട്ടാണോ? ഫസ്റ്റ് ടൈം. പേടിയുണ്ടോ? ചെറുതായിട്ട്. പേടിക്കാൻ പറ്റില്ല, ശരിയാക്കാം. ഇതിനു മുന്നേ വല്ല എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടോ? സ്കൂളിലൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒന്ന് പെർഫോം ചെയ്ത് കാണിച്ചു തരാൻ പറ്റുമോ? എന്തെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം സർ. നമ്മുടെ ക്യാരക്ടർ ഒരു വീട്ടമ്മയാണ്, അതായത് ഒരുപാട് കഴിവുകളൊക്കെ ഉള്ള ഒരു വീട്ടമ്മയാണ്. ആ വീട്ടമ്മ രാവിലെ മുതൽ എല്ലാ ജോലികളൊക്കെ ചെയ്തിട്ട് പിന്നെ കുട്ടികളെ ഡാൻസ് പഠിക്കാൻ പോകണം, കുട്ടികളെ പഠിപ്പിക്കാൻ പോകണം, പിന്നെ വൈകിട്ട് പാട്ട് ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകണം. അങ്ങനെയൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പോൾ അവരുടെ രാവിലത്തെ ഒരു ആക്ടിവിറ്റി എന്തൊക്കെയായിരിക്കും? ഓക്കെ, അത് ചെയ്യണം. ശരി. അപ്പൊ ആദ്യം എന്താണ്? അടുക്കളപ്പണി. ഓ അയ്യോ, അതൊന്നും ആവശ്യമില്ല മോളെ, കാശ് ചോദിക്കാതിരുന്നു. കാശ് അപ്പൊ ആദ്യം അടുക്കള. അതാ കുക്കർ വിസിലടിച്ചു. സ്കൂളിലേക്ക് പോകുന്ന റെഡി ആവുന്ന കുട്ടികൾ വിളിക്കുന്നുണ്ട്. വരുന്നു, വെയിറ്റ് ചെയ്യ. ഇതെന്താ ചെയ്യുന്നത്? ചായ ആറ്റുന്നു. ചായ ചായ കൊണ്ടുവരുന്നു. എണീക്ക്, സമയം എന്തായെന്ന് അറിയാം, സ്കൂളിൽ പോണ്ടേ? എന്റെ ദൈവം, ഇതുങ്ങളൊക്കെ എപ്പോഴും പാല് തളച്ചു പോകുന്നു. ചായ എടുത്ത് കുടിച്ചേ. ഞാൻ വരുമ്പോഴത്തേക്ക് ചായ കുടിച്ചേക്കണം. പേപ്പറിന്റെ ആള് വന്നു. ചേച്ചി പൈസ. പേപ്പറിന്റെ 2 മാസമായിട്ട് പൈസ കൊടുത്തിട്ടില്ല. പൈസ കൊടുത്തിട്ടില്ല. ആളിവിടെ ഇല്ല. നാളെ തന്നെ തരാം. അങ്ങനെ നാളെ നീളെന്ന് പറഞ്ഞാൽ പറ്റില്ല. തരാതിരുന്നിട്ടില്ലല്ലോ നമ്മള്. ഇന്നലെ തന്നെയല്ലേ പറഞ്ഞേ? അല്ല, തരാം. ആള് വന്നിട്ടില്ല, അതുകൊണ്ട്. ഇതേ കുഞ്ഞ് ദേഹത്ത് ചായ തട്ടിയിട്ടു, കരയുന്നു. നാളെ തരാം ചേട്ടാ. കുഞ്ഞ് കരയുന്നു, ഭയങ്കര കരച്ചിലോട് കരച്ചില്. രാവിലെ തന്നെ ഫോൺ വരുന്നു. കരയല്ലേ? ഹലോ, ഇന്ന് ക്ലാസ്സിന് വരുന്നില്ലേ? വരുന്നുണ്ട്. നിങ്ങൾ എത്തിയോ? ഞങ്ങൾ എല്ലാവരും എത്തി. എന്താ ലേറ്റ് ആവുന്നത്? ഇപ്പൊ വരാം കേട്ടോ. നിങ്ങൾ തുടങ്ങിക്കോ. ഞാൻ ഇപ്പൊ എത്താം. അപ്പുറത്തെ വീട്ടിൽ ചേച്ചി വന്നിട്ട്, മോളെ ഇത്തിരി മുളക് തരുമോ, മുളക് പൊടി? ആ ചേച്ചിന് ഇഷ്ടമല്ല കേട്ടോ. ആ ചേച്ചി ഇത്തിരി കുശുമ്പത്തി, അതുകൊണ്ട് സരയൂന് മുളക് പൊടി തീർന്നിരിക്കും ചേച്ചി. ഈ മാസം കടയിൽ പോയിട്ടില്ല. ചുമ്മാ നുണ പറയല്ലേ കൊച്ചേ. റേഷൻ കടയിൽ പോവാന്ന് വെച്ചിട്ടാണ്, അപ്പം പോയിട്ടില്ല. പച്ചമുളക് വെച്ചാണ് ചമ്മന്തിയൊക്കെ ചെയ്തത്. ശരി ശരി ചേച്ചി. ഇനി വേണമെങ്കിൽ ഒന്ന് കുശുമ്പ് കുത്താം, അവരുടെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത്. രാവിലെ തന്നെ കടം മേടിക്കാനായിട്ട് വന്നോളും. ഒരു കഴിഞ്ഞ തവണ ചോദിച്ചാലോ ഇത്തിരി കടുക് തന്നോ നിങ്ങള്? മുളക് ചോദിച്ചു വന്നേക്കുന്നു. അയ്യോ, കുട്ടിക്ക് ഡാൻസ് ക്ലാസ്സിൽ ഒരു കുട്ടി വിളിക്കുന്നു. ടീച്ചർ, എനിക്ക് ആ സ്റ്റെപ്പ് മറന്നുപോയി. ആ 2 സ്റ്റെപ്പ് ഒന്ന് കാണിച്ചു തന്നെ. പാങ്കം സ്വരമധുരം മൃദുചലനം. മതി, ഞാൻ സ്കൂളിൽ പോവാം. അയ്യോ, മറ്റേ കുട്ടിക്ക് പാട്ട് ക്ലാസ്സിൽ മത്സരമാണ്. നാളെ ആ കുട്ടിക്ക് പറ്റിയൊരു പാട്ട്. അല്ല, മീൻകാരി. മീൻ വിൽക്കാൻ വരുന്നു. മീൻകാരി. ചെമ്മീൻ മാത്രമേ ഉള്ളൂ. 100 രൂപ എടുക്കട്ടെ. നല്ല ചെമ്മീനേട്ടാ. 100 രൂപയ്ക്ക്. 50 രൂപ നോക്കേട്ടാ. നല്ല ചെമ്മീൻ 100 രൂപയ്ക്ക് എടുക്കേട്ടാ. 50 രൂപ ഉള്ളു കയ്യിലതാ. 50 രൂപ കൊടുക്ക്. ഈ ചെമ്മീൻ മാത്രം കൊണ്ടെടുക്കാൻ എന്താ കാരണം? ഞാൻ ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാറുള്ളൂ. മാർക്കറ്റിൽ ഇതേ കിട്ടിയുള്ളൂ ചേച്ചി, അതുകൊണ്ടാണ്. കൊള്ളാല്ലേ? ഞങ്ങളുടെ സിനിമയിലെ നായിക ഈ കുട്ടി തന്നെ. ഗംഭീരം. ചെക്ക് ഇപ്പൊ തന്നെ ഒപ്പിട്ട്. കാശ് കൊടുക്കാൻ പാടില്ല. ഇപ്പൊ കാശ് കൊടുക്കാൻ കഴിഞ്ഞിട്ട് മതി. ഒന്നും വേണ്ട, ചെക്ക് വേണ്ട. അതും പോയി. കുറച്ചുകൂടെ ഒന്ന് എവിടെയെങ്കിലും ഒക്കെ വേണമെങ്കിൽ ഒന്ന് ഇമ്പ്രൂവ് ഒക്കെ ചെയ്യാം. പാട്ട് അറിയില്ല അല്ലേ? അപ്പൊ അതൊന്ന് പഠിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മള് ബാക്കിയൊക്കെ ഫിക്സ്. അപ്പൊ നമ്മുടെ സിനിമയിലെ നായിക അടുത്ത മാസം 10-ാം തീയതി മുതൽ ഷൂട്ട് തുടങ്ങും. അടിപൊളിയായിരുന്നു. കാരണം നമ്മൾ മിനിറ്റിന് പറയുന്നതൊക്കെ ഭയങ്കരമായിട്ട് അപ്പൊ സ്പോട്ടിൽ ചെയ്തു. ഒരു ഡൗട്ടും കാര്യങ്ങളും. പിന്നെ നമ്മൾ ആരെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിച്ചേ. അടിപൊളി. ഇഷ്ടപ്പെട്ടു. അല്ല, പണിഷ്മെന്റ് ഇഷ്ടപ്പെട്ടു. ഗംഭീരം. അപ്പൊ ഇതേപോലെ ഓഡീഷൻ വരുന്ന ആൾക്കാരെ ഒന്നും പേടിപ്പിക്കരുത് കേട്ടോ. അപ്പൊ ഈ എന്തായാലും ഞാൻ ഇവർക്കൊരു, അതായത് ഇത്രയും നന്നായി അഭിനയിച്ചു, ഇത്രയും നന്നായിട്ട് ഗെയിം കളിച്ചു, ഞാനൊരു സമ്മാനം
സ്നേഹസമ്മാനം തരാൻ പോവാണ്. ഉറപ്പായിട്ട് ഇത് സ്നേഹസമ്മാനം.